നിമിത്തമായി സൃഷ്ടിച്ചിട്ടുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി ആ റസൂലുള്ളാഹിനെ വിളിച്ചു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവസ്സുലാക്കിയാൽ അതുകൊണ്ട് എന്റെ കണ്ണിന് കാഴ്ച കിട്ടുമെന്ന് സഹാബി വിശ്വസിക്കുന്നു. അതനുസരിച്ച് ആ സഹാബി അത് പറഞ്ഞതുപോലെ ചെയ്യുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. കണ്ണിന് കാഴ്ച കിട്ടിപ്പോയി. സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായ വിശ്വാസം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉറച്ച വിശ്വാസം വേണം. അതിന്റെ പുറമേ നബി തങ്ങളെ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വലിയ ബഹുമാനം അത് മനസ്സിലുണ്ടാകണം. ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെല്ലാം ആ ബഹുമാനം വെച്ച് പുലർത്തിയവരാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, 3 വലിയ മഹാപണ്ഡിതന്മാർ, ഒന്ന് അബൂബക്കർ ഇബ്നുൽ മുഖ്രി റഹ്മത്തുള്ളാഹി അലൈഹി, ഒന്ന് വലിയ ഹദീസ് പണ്ഡിതനായ ഇമാം തബറാനി, മറ്റൊന്ന് അബു ശൈഖ്. 3 ആളുകളും മദീനയിൽ നിൽക്കുന്നു. വിശന്നിട്ട് നിവൃത്തിയില്ല. സുബ്ഹാനല്ലാഹ്, ഇശാഇന്റെ സമയമായി. ഖബറിന്റെ സമീപത്തേക്ക് പോയി ആ 3 മഹാപണ്ഡിതന്മാർ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വിശക്കുന്നു നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, വിശക്കുന്നു. മഹാനായ അബൂബക്കർ ഇബ്നുൽ മുഖ്രി തങ്ങൾ പറയുന്നത്, അതും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന്. അങ്ങനെ ഞാനൊന്നങ്ങ് ഉറങ്ങിപ്പോയി. അബൂ ശൈഖ് റളിയല്ലാഹു അൻഹു തബറാനി റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അപ്പോഴതാ ഒരു തങ്ങള്, ഒരു നബി കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്ന് വാതിലിന്റെ മുട്ടുന്നു. ഞങ്ങൾ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ 2 അടിമകളുണ്ട്. 2 ആളെ കയ്യിലും വലിയ 2 കൂട്ടയുണ്ട്. ആ കൊട്ടയിൽ നിറയെ ഭക്ഷണ വസ്തുക്കളുണ്ട്. ഞങ്ങൾ അതെല്ലാം കഴിച്ചു. ഞങ്ങൾ മനസ്സിലാക്കി ബാക്കിയെടുത്ത് അദ്ദേഹം പോകും. അപ്പോഴദ്ദേഹം പറയാണ്, ഓ ജനങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് വിശക്കുന്നു എന്ന് പറഞ്ഞോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഫിൽ മനാമി, ഉറക്കിൽ. ഫാമറനി അൻ അഹ്മില ബിശൈഇൻ ഇലൈക്കും, നിങ്ങൾക്ക് വല്ലതും കൊണ്ടുതരണമെന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെയാണ് സാധനം കൊണ്ടുവന്നത്. സുബ്ഹാനല്ലാഹ്, ഏത് കാലത്തും അവിടുന്ന് ഭൂലോകത്ത് ജീവിച്ചിരുന്ന സമയത്തും വഫാത്തിന് ശേഷവും എപ്പോഴും അതേ സമുദായത്തെ വീക്ഷിച്ചുകൊണ്ടും സമുദായത്തിന് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നു. ആ നബി തങ്ങളോട് അങ്ങേയറ്റ ആദരവ് വേണം. അതാണ് ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു, നബി തങ്ങളെ ബഹുമാനിക്കണം. വനസറൂഹു, നബി തങ്ങളെ സഹായിക്കണം. വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, നബി തങ്ങളെ സഹായിക്കണം. അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ നമുക്കൊരു കേന്ദ്രം പണിയാൻ വേണ്ടി പലരും സംഭാവന പറഞ്ഞു. ഇനിയും പലരും സംഭാവന നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നന്നായി സഹായിക്കണം. ദീനിനെ സഹായിക്കലാണ് നബി തങ്ങളെ സഹായിക്കണം. വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അതോടുകൂടെ പരിശുദ്ധ ഖുർആൻ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യണം. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം കൈവരിച്ചവർ. അല്ലാഹു തആല അങ്ങനെ വിജയം കൈവരിച്ച മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നിങ്ങളെ എല്ലാവരെയും ഇന്റർനാഷണൽ മീലാദ് പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ട്രെയിനിന് പോകാതിരിക്കാൻ നിർവാഹമില്ല. നാളെ രാവിലെ തമിഴ്നാട്ടിലെത്തണം. അതിന് നിലമ്പൂരിലേക്കുള്ള ട്രെയിനിന് പോകണം.